എപ്പോഴുള്ള ഒരാളാണ് അമ്മ. അപ്പൊ വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ നല്ലൊരു ദിവസമാണിന്ന്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അവസരം ദൈവം തന്നതാണ്. എന്ന് വെച്ചാൽ പല പ്രാവശ്യം വിവാഹത്തിലേക്ക് വിളിക്കുമ്പോൾ എനിക്ക് വേണ്ട എന്നുള്ള പദം മാത്രമേ കേൾക്കുന്നുള്ളൂ. പെട്ടെന്നാണ് എന്നെ ഇവിടെ അറിയിച്ചത് എനിക്കൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അമ്മച്ചിയുടെ അനുവാദം മരിച്ചാട്ടന്മാരുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാം. അങ്ങനെ വിളിച്ച് ചോദിച്ച് ഇന്ന ദിവസം ഈ അവസരത്തിൽ ഞങ്ങൾ ഇന്ന് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്തി. എല്ലാവർക്കും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ മകന് വേണ്ടി വേണം. നിർത്തി. കൊച്ചിയിലുള്ള ആളുകൾ സ്നേഹപൂർവ്വം റാംബോ സ്റ്റാൻലി എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ഇവിടെ സൈഡിലുണ്ട്. ചേട്ടനെ ഒന്ന് നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്താനുള്ള നല്ലൊരു ഗൈഡ് നിങ്ങൾ എല്ലാവരും ചേർന്ന് കൊടുക്കുക. അദ്ദേഹത്തിനും നമ്മുടെ ബിനീഷേന്റെ സഹോദരനാണ്. സുധീരേട്ടന് ഞാൻ രണ്ട് വാക്ക്, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള സുധീരേട്ടൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ശോഭ ആൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് മൈക്ക് കൊടുക്കുകയാണ്. സുധീരേട്ടൻ ആദ്യം മൈക്ക് കൊടുക്കുന്നു. നമസ്കാരം. ബിനീഷിനും താരയ്ക്കും എൻ്റെ വിവാഹ മംഗളാശംസകൾ. എല്ലാവിധ ഐശ്വര്യങ്ങളും അവർക്കുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ഈ മനസ്സുപോലെ തന്നെ ഇത് ബിനീഷ് വെറുതെ പറയല്ല, ഒരു വലിയ മനസ്സിനുടമയാണ്. നന്മകൾ നേരും, ഒരുപാട് നന്മകൾ ഉണ്ടാകുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രിയങ്കരായിട്ടുള്ള ബിഗ് ബോസ് ഫെയിം എന്നതിലുപരി എനിക്ക് തോന്നുന്നു ശോഭയുടെ ആ ഒരു സാരി കളക്ഷൻ ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഗേൾസ് ഫാൻ ആയിട്ടുള്ളത്. ആൻഡ് വൺ ഓഫ് ദം ഇസ് ലിറ്റലി മീ. സോ ശോഭയ്ക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളതെന്ന് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. Wishing both of you guys a happy married life. സന്തോഷമായിട്ട് സമാധാനമായിട്ട് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അമ്മേനെ വന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ടിനിച്ചേട്ടന്റെ സുഹൃത്തുക്കളും ഉണ്ട്. ഞാൻ ഒന്ന് മൈക്ക് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ടിനിച്ചേട്ടന് കൊടുക്കണം. ഒരു നല്ലൊരു ഗൈഡ് വന്ന എല്ലാവരും നമ്മുടെ സ്വന്തം ടിനിച്ചേട്ടൻ. എല്ലാ ആശംസയും മതി. താങ്ക് യു. രണ്ട് വാക്കെന്ന് പറഞ്ഞാൽ രണ്ട് വാക്കിനപ്പുറം പോയില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ടിനിച്ചേട്ടാ ഫോർ ജോയിനിങ്. അല്ല, ടിനിച്ചേട്ടൻ എന്താണെന്ന് അറിയോ, രണ്ട് വാക്കിൽ ഒതുക്കിയത്. ഇത്രയും മീഡിയക്കാർ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, ഓൺലൈൻകാരൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. അതല്ല, ടീം പറഞ്ഞ് ഒന്നുകൂടി ഒന്ന് പൊക്കി തള്ളണമെന്ന് പറഞ്ഞു. ടീം നല്ലവരാണ്. ഇന്ന് പുണ്യാളനായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. കാരണം എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ, പക്ഷേ അല്ലെങ്കിൽ നല്ലതേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയത്. എന്തായാലും അപ്പോൾ എന്തായാലും ഒരുപാട് വർഷം സന്തോഷമായിട്ട് കഴിയാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ടീമിൻ്റെ പോയതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ അറിയിച്ചാൽ മതി. ഞങ്ങളെ ഫുള്ള് ടീമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്, നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്മി നക്ഷത്ര. Right, ladies and gentlemen, let us give a huge round of applause for the beautiful Lakshmi Nakshatra. നമുക്കറിയാം, നമ്മുടെ ബിനീഷേന്റെ എല്ലാ ഫംഗ്ഷനും കൂടെ തന്നെയുണ്ട്, എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കുന്ന. നമ്മുടെ ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ മൈക്ക് നേരെ ഹാൻഡ് ഓവർ ചെയ്യാണ്. നമസ്കാരം. എന്താ പറയണ്ടേ ടീമേ? അങ്ങനെ ടീം എക്സൈറ്റഡ് ആണ്. പറഞ്ഞു ആ ഒരു ദിവസം വന്നു. ഭയങ്കര സന്തോഷം ടീമിനെയും താരയും ഇങ്ങനെ എന്താ പറയാ ഈ ഒരു താലിയിൽ കാണാൻ. കാരണം കുറെ ഇവന്റ് ആയി നമ്മൾ ഒരുമിച്ച്, പക്ഷേ താലി കെട്ടിയിട്ട് ഒഫീഷ്യലി ഇത് എന്റെ പെണ്ണായി എന്നുള്ളൊരു അഹങ്കാരം ടീമിന്റെ മുഖത്തുണ്ട്. അതിനേക്കാൾ ഒരു അഭിമാനം നമ്മുടെ മുഖത്തുമുണ്ട്. സോ രണ്ടുപേരും വെയിറ്റ് ഫോർ ഈച്ച് അതേഴ്സ് ആണ്. വളരെയധികം ബ്ലസ്ഡ് ആണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ദി കൈൻഡ് വേർഡ്സ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ വേറെ കുറേ പരിപാടികളൊക്കെ ഇവിടെ. എന്റെ വേറൊരു അമ്മച്ചിയാണിത്.
താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ താരയുടെ സിബ്ലിങ്ങിനെയും കൂടി വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ് മിസ്റ്റർ പ്രിൻസ് റെജി. അപ്പൊ നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് വരാം. താരയുടെ പേരൻസും അതോടൊപ്പം തന്നെ ബ്രദറും ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ വിനീഷേട്ടന്റെ അമ്മച്ചി ആൻഡ് ബാക്കി സിബ്ലിങ്സ് എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. മിസ്റ്റർ രാജേഷ് ആൻഡ് ഫാമിലി, മിസ്റ്റർ സുരേഷ്, മിസ്സസ് മറിയാൻ ഫാമിലി. അപ്പൊ ഇവര് മാത്രം ഒന്ന് ഫ്രണ്ടിലേക്ക് വരാം, ബാക്കി എല്ലാവരും ഒന്ന് സൈഡിലേക്ക് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഏറ്റവും ഇമീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സെലിബ്രേഷൻസ് ഒക്കെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി അധികം സംസാരിച്ച് നമുക്ക് സമയം കളയണ്ട, നേരെ ഈ ഒരു കാൻഡിൽ ലൈറ്റിംഗ് സെറിമണിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു കാൻഡിൽ ഇവരുടെ കയ്യിലേക്ക് എടുത്ത് നൽകാനായിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബിനീഷേട്ടന്റെ അമ്മച്ചിയാണ് വെൽക്കം ചെയ്യുന്നത്. സോ യെസ്, അമ്മച്ചിയാണ് ഈ ഒരു മെയിൻ കാൻഡില് നമ്മുടെ കപ്പിളിന് എടുത്ത് നൽകാൻ പോകുന്നത്. And now requesting our newlyweds here, രണ്ടുപേരും ഒന്നിച്ച് നമ്മുടെ സെന്ററിലുള്ള കാൻഡില്, നടുക്കുള്ള കാൻഡില് രണ്ടാളും കൂടി ചേർന്ന് ഒരുമിച്ച് ലൈറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. Ladies and gentlemen, can we have a huge round of applause for them? ഇനി അടുത്തതായിട്ട് നമ്മുടെ ബിനീഷേട്ടന്റെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് റൈറ്റ് സൈഡിലുള്ള കാൻഡില് ലൈറ്റ് ചെയ്യുന്നതായിരിക്കും. സ്പെഷ്യലി വെൽക്കമിങ് ആ ഗ്രൂംസ്, അമ്മ along with ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് വലതുവശത്തുള്ള കാൻഡില് ഒരുമിച്ച് തെളിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഒപ്പം തന്നെ താരയുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള കാൻഡില് ഒരുമിച്ച് ലൈറ്റ് ചെയ്യാണ്. നമ്മുടെ വേദിയിലുള്ള ഫോട്ടോ സെഷൻ അല്പസമയത്തിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വേദിയിൽ ഇനി അടുത്തതായിട്ട് കേക്ക് കട്ടിംഗ് കൂടിയുണ്ട്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒരു 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യട്ടെ. ഇന്ന് ക്ഷണം സ്വീകരിച്ച് എത്തിയുള്ള എല്ലാ സെലിബ്രിറ്റി സുഹൃത്തുക്കൾക്കും എല്ലാവരും ഒന്ന് അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട്, ഗസ്റ്റുകളെല്ലാം ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ഫാമിലി ഫംഗ്ഷൻസ് അല്പസമയം കൂടി ഉണ്ട്, അതിനുശേഷം നമ്മൾ എല്ലാവരെയും വേദിയിലേക്ക് വിളിക്കുന്നതായിരിക്കും. സോ യെസ്, ഡെഫിനറ്റ്ലി നല്ലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്ത് നല്ല കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മധുരം കഴിച്ച് തുടങ്ങണമെന്ന് പറയാറുണ്ട് അല്ലേ, നമ്മുടെ കാഡ്ബറി ഡയറി മിൽക്കിന്റെ എന്തോ ഒരു പരസ്യത്തില്. മാത്രമല്ല നമ്മളും പറയാറുണ്ട്. അപ്പൊ ഇനി അടുത്തതായിട്ട് കേക്ക് കട്ടിംഗ് ആണ്. പക്ഷെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മുടെ ബിനീഷേട്ട ആൻഡ് താര കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കാൻഡിൽ ലൈറ്റിംഗ് മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ കേക്ക് കട്ടിംഗ് എങ്കിലും നമ്മുടെ ഫാമിലിക്ക് കാണാനുള്ള ഒരു അവസരം എല്ലാവരും നൽകണമെന്ന് ഏറെ സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ബൗൺസേഴ്സ് പറയുന്നത് ഒന്ന് കൃത്യമായിട്ട് കേൾക്കുക. അവര് പറയുന്ന ഒന്ന് താഴത്തേക്ക് നിൽക്കാനായിട്ട്, ബൗൺസേഴ്സ് പറയുന്ന ഒന്ന് കേൾക്കുക. നമ്മുടെ ഓൺലൈൻ സുഹൃത്തുക്കൾ ഒന്ന് താഴത്തേക്ക് നിൽക്കാനായിട്ട്, ക്യാമറ ടീമുകളൊക്കെ ഒന്ന് താഴേക്ക് നിന്ന് നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടുന്നതായിരിക്കും പ്ലീസ്. കാരണം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു ദിവസം അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ റിക്വസ്റ്റിംഗ് എവ്രിവൺ to please cooperate with us. And with that said, ladies and gentlemen, എല്ലാവരും നമ്മുടെ കേക്ക് കട്ടിംഗ് സെറിമണിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇവിടെ നിൽക്കാന്ന് അറിയാം. So without any further delay, let me request നമ്മുടെ നവദമ്പതികള് രണ്ടാളും കൂടി ചേർന്ന് ഒന്നിച്ച് ഈ ഒരു കേക്ക് മുറിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. രണ്ടുപേരും ഒരുമിച്ച് കേക്ക് മുറിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. On 3, 2, 1 and go. Can we have a huge round of applause, ladies and gentlemen? എനിക്കറിയാം മര്യാദയ്ക്ക് കാണുന്നില്ലെങ്കിലും നമ്മുടെ നല്ലൊരു കയ്യിൽ സമ്മാനിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലെസ്സിങ്സും സ്നേഹവും ഒക്കെ നമ്മുടെ നവദമ്പതികളെ അറിയിക്കാം. And let's wish them a very, very happy life together. ഇരുവരുടെയും ജീവിതം ഇതുപോലെ തന്നെ മധുരകരമായി മാറട്ടെ എന്ന് നമ്മുടെ ഇന്ന് എത്തിച്ചേർന്നുള്ള എല്ലാവരുടെ പേരിൽ നമ്മളും പ്രാർത്ഥനയിൽ കൂടുകയാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇവന്റിന്റെ സാക്ഷ്യമാകാൻ സാധിച്ചതിലേക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ലക്ഷ്മി നക്ഷത്ര നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള, എനിക്കുള്ള ഭാര്യ ഭർത്താവായതിനു ശേഷമുള്ള ആദ്യത്തെ ഈ ഒരു മധുരമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫാമിലി മെമ്പേഴ്സിന്റെ മാത്രം ഒരു ഫോട്ടോ എടുക്കാണ്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സെലിബ്രേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.
സോ ഇവൻ ടീം നമുക്ക് ആ വൈൻ ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിനീഷ് ഏട്ടന്റെ ഗോഡ് പേരൻസ് ഇവിടെ വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം നമ്മുടെ പേരൻസിനെ പോലെ തന്നെ ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഉള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ് ഗോഡ് പേരൻസ്. സോ കെൻ വി പ്ലീസ് ഹാവ് നമ്മുടെ പരിഞ്ഞപ്പൻ ആൻഡ് പരിഞ്ഞമ്മ ഓഫ് അവർ ധീരസ് ഗ്രൂപ്പ്, അവർ രണ്ടുപേരും വേദിയിൽ ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഒപ്പം തന്നെ വേദിയിൽ നമുക്കൊരു സെറിമണി കൂടി ബാക്കിയുണ്ട്, വിച്ച് ഇസ് ദി വൈൻ ടോസ്റ്റിംഗ് സെറിമണി. അപ്പൊ ഈ ഒരു വൈൻ ഗ്ലാസ് രണ്ടുപേർക്കും എടുത്ത് നൽകാനായിട്ട് ഫാമിലി മെമ്പേഴ്സ് രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് ഈ ഒരു ഗ്ലാസ് പറ്റുമെങ്കിൽ അവർക്ക് എടുത്ത് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. So can we please have the wine glass? അപ്പൊ ഫാമിലി മെമ്പേഴ്സ് രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് ഈ ഒരു വൈൻ ഗ്ലാസ് അവരുടെ കയ്യിലേക്ക്, രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് ഈ ഒരു വൈൻ ഗ്ലാസ് അവരുടെ കയ്യിലേക്ക് നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ ഗോഡ് പേരൻസ് ആണ് ഈ ഒരു വൈൻ ഗ്ലാസ് ഇവർക്ക് എടുത്ത് നൽകാൻ പോകുന്നത്. ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ വൈൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ബിനീഷ് ചേട്ടനും താരയും മാത്രം ഫ്രണ്ടിലേക്ക് വരണം. ഈ ഒരു ഗ്ലാസ് മേടിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും മാത്രം ഫ്രണ്ടിലേക്ക് വരണം. ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ജസ്റ്റ് ഒരു 2 മിനിറ്റിന് വേണ്ടിയിട്ട് ബാക്കിലേക്ക് നീങ്ങി നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എ വെരി ഹംബിൾ റിക്വസ്റ്റ് ടു എവ്രി വൺ. നമ്മുടെ കുട്ടികളാണെങ്കിലും ബാക്കി ഫാമിലി ആണെങ്കിലും ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ്, ഒരു 2 നിമിഷത്തേക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ബാക്കിലേക്ക് നീങ്ങി നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. So ladies and gentlemen, they are going to start a very happy journey together and they are going to start their happily ever after. So നിങ്ങൾ രണ്ടുപേരും ഈ ഒരു വൈൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഒറ്റൊരു കാര്യം കൂടി, നമുക്ക് ഈ ഒരു ഗ്ലാസ് ഒന്ന് റേസ് ചെയ്ത് ഒരു ചിയേഴ്സ് പറഞ്ഞതിന് ശേഷം ഒന്നിച്ച് ഈ ഒരു വൈൻ നമുക്ക് ഷെയർ ചെയ്യാം. So ladies and gentlemen, once again let us give it up for our newlyweds here. രണ്ടുപേരും കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് let us wish them a very happy and prosperous life together. രണ്ടുപേരും ഒന്നിച്ച് ഈ ഒരു ഗ്ലാസ് റേസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ഇത്രയും പേരിൽ നിന്ന് നല്ലൊരു കൈയ്യടി നൽകണ്ടേ നമുക്ക് എല്ലാവരും കൂടി ചേർന്ന്? All right, thank you so much. കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ് നമ്മുടെ ഒരു സ്ട്രെങ്ത്. അപ്പൊ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ ബീങ് എ പാർട്ട് ഓഫ് ദിസ് സെലിബ്രേഷൻ. ഇനി നമുക്ക് ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിക്കുന്നു. നമുക്കറിയാം നല്ല ആയിട്ടുള്ള നമ്മുടെ ഭാമ ഇവിടെ ചേർന്നിരിക്കുകയാണ്. ഒരുപാട് മീഡിയസ് ഒന്ന് എനിക്ക് വേണ്ടിയെങ്കിലും ഒന്ന് നീங்க ഞങ്ങളുടെ നാട്ടുകാരും കൂട്ടുകാരൊക്കെയാണ് വന്നേക്കണത്. ഞങ്ങളൊന്ന് കണ്ടോട്ടെ അവര്. മാത്രമല്ല ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒരുപാട് ദൂരെ കാര്യമില്ല, അവരും കാണട്ടോ. സൈഡിലൊന്നും പ്ലാൻ ചെയ്യും. ഒരാഴ്ചയായിട്ട് നിങ്ങൾ കണ്ടിരിക്കണേണ്. എടാ എല്ലാവരും ഒന്ന് സൈഡിലേക്ക്, സൈഡ് ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ഇന്ന് കണ്ടോട്ടെ ഞങ്ങളാ. താങ്ക് യു സോ മച്ച് എവ്രി വൺ ഫോർ ദി കോപ്പറേഷൻ. അപ്പൊ ഇനി വേദിയില് ഒത്തിരി സെലിബ്രിറ്റീസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ആൻഡ് അവർക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു അവസരം നമ്മൾ നൽകാണ്. സോ ഒരു 2 വാക്ക് പറയാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബിനീഷും വൈഫും ഇന്ന് അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ജേർണി സ്റ്റാർട്ട് ആവുകയാണ്. അപ്പം കേക്ക് കട്ട് ചെയ്യുന്ന ആ കറക്റ്റ് സമയത്ത് തന്നെ എനിക്കും പാർട്ടാവാൻ പറ്റി, എനിക്കും കാണാൻ പറ്റി. അവരുടെ ഒരു വളരെ സന്തോഷമുള്ള ഇന്നലത്തെയൊക്കെ ആണെങ്കിലും മധുരം വെപ്പിൻ്റെ ചടങ്ങുകളാണെങ്കിലും ഒക്കെ ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വരുമ്പം ആ കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് വരാൻ പറ്റിയതിൽ എനിക്ക് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇവരുടെ മുമ്പോട്ടുള്ള എല്ലാ ജേണിക്കും, ഈ ഒരു ബ്യൂട്ടിഫുൾ ജേണിക്ക് എല്ലാവിധ ആശംസകളും. പിന്നെ ബിനീഷിൻ്റെ അമ്മയുടെ ഒരു കട്ട ഫാനാണ് കേട്ടോ ഞാൻ. അപ്പോൾ സന്തോഷത്തോടെ
സൗഹൃദത്തോടെ ഐശ്വര്യത്തോടെ നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് ഉടനീളം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രേയേഴ്സും ബ്ലെസ്സിങ്സും. ടീമേ, ബാമ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടാ. ബാമയുടെ സാന്നിധ്യം ഞങ്ങളുടെ കല്യാണത്തിന് ഒരു മികവ് കൂട്ടിയിട്ടുണ്ട്. അപ്പം എന്നോട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയൊന്നും ചെയ്തിട്ടില്ല, സ്റ്റാർ മാജിക്കിൽ ഞങ്ങൾ ഒരു എപ്പിസോഡാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും സാധാരണക്കാരൻ്റെ ഒരു കല്യാണത്തിന് വന്നല്ലോ, വളരെ സന്തോഷം. ബിനീഷേട്ടാ, ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫാമിലി ഫംഗ്ഷൻ തുടങ്ങുന്ന സമയത്താണ് ബാബ മാം എത്തുന്നത്. അപ്പം നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. ഒരു ഫാമിലി ഫംഗ്ഷൻ ആണ് എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവർ സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്നതാണ്, ചിലപ്പോൾ ഒന്ന് മുഖം കറക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒന്നുമില്ല, ചിരിച്ചുകൊണ്ട് തന്നെ കുഴപ്പമില്ല, പരിപാടി നടക്കണം, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് നമ്മളെല്ലാവരും ചേർന്ന് നല്ലൊരു കൈഡ് ഒരിക്കൽ കൂടി കൊടുക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. വന്നതിനും അവിടെ ഇപ്പോൾ ചേരുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. ഫാമിലി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഭക്ഷണം കഴിച്ചിട്ട് പോകണല്ലോ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. So yes, once again, thank you so much for joining us here and wishes അറിയിച്ചതിനൊക്കെ ഒരുപാട് സന്തോഷം. ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനെ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നതായിരിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു കറക്റ്റ് ഒരു പൊസിഷനിൽ തന്നെയാണ് ബാമ ഇവിടെ വെയിറ്റ് ചെയ്തത്. ബിക്കോസ് ഫോട്ടോസും വീഡിയോസും ഒക്കെ കറക്റ്റായിട്ട് ആ ഒരു കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ എത്തിയതുകൊണ്ട് ഡെഫിനറ്റ്ലി നല്ല നല്ല മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ഹിയർ. സോ യെസ്, നമ്മുടെ ബിനീഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടീമിന്റെ കുറെ ടീംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കുറെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും നാട്ടുകാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും കൂടി നമ്മുടെ വേദിയിൽ ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹവും നിങ്ങൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും പ്രാർത്ഥനയും ഒക്കെ എന്നും ഇവരെ രണ്ടുപേരുടെയും കൂടെ വേണം. സോ റിക്വസ്റ്റിംഗ് എവ്രി വൺ ടു പ്ലീസ് ജോയിൻ us ഓൺ സ്റ്റേജ്. പിന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമുക്ക് എന്തായാലും ഓൾറെഡി കുറെ പേര് ഇവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു ഗ്രൂപ്പ് കയറി അല്ലെങ്കിൽ ഒരു ഫാമിലി കയറി താഴെ ഇറങ്ങിയതിന് ശേഷം മാത്രം അടുത്തൊരു ഫാമിലി വേദിയിലേക്ക് കയറി വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ ദി ഫോട്ടോ സെഷൻ ഇസ് ഓപ്പൺ റൈറ്റ് നൗ. റിക്വസ്റ്റിംഗ് എവ്രി വൺ ടു പ്ലീസ് ജോയിൻ us ഓൺ സ്റ്റേജ്. സോ യെസ് ladies and gentlemen, നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നമ്മുടെ മാളൂട്ടി പ്രതിഭ മാളൂട്ടി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള മറ്റൊരു സിനിമാ താരം കൂടി ഓടി എത്തിയിട്ടുണ്ട്. സിനിമയുടെ തിരക്കിൽ നിന്നും നമ്മുടെ സ്വന്തം അസീസിക്കൊക്കെ ഒരു നല്ലൊരു കൈ കൊടുത്ത എല്ലാവരും. അസീസിക്ക കുറെ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞാൻ തന്നെ ഇന്നത്തെ ഒഫീഷ്യലായിട്ട് എന്നെ വിളിച്ചതാ. അപ്പൊ അഖിലേട്ടൻ നേരത്തെ എത്തി കേട്ടോ, ക്ലാസ്സിൽ നേരത്തെ എത്തി. അടുത്ത ആളെത്തി വിഷ്ണു ഉണ്ണികൃഷ്ണൻ എവ്രിവൺ. അപ്പൊ ഇതില് സത്യം പറഞ്ഞാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് ആർക്ക് മൈക്ക് കൊടുക്കണമെന്നുള്ളത്. ആദ്യം എത്തിയ അഖിലേട്ടന് ഞാൻ മൈക്ക് ആദ്യം തന്നെ കൊടുക്കുക, കാരണം ഏറ്റവും ആദ്യം ഇവിടെ എത്തിച്ചത്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ബിനീഷിന്റെ ഈ ഒരു മൊമെന്റ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൊമെന്റ് ആണ്. അതിൽ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. ടീമിനും പ്രിയതമ്മയ്ക്കും എന്റെ ഹൃദയം നിറഞ്ഞ 1000 വിവാഹ മംഗളാശംസകൾ. ബിനീഷ് ഭായിക്കും ഭാര്യയ്ക്കും എല്ലാവിധ വിവാഹ മംഗളാശംസകളും. എല്ലാവരും ഇത് തന്നെ പറയേണ്ടത്. അപ്പൊ ഗംഭീരമായ ഒരു ജീവിതം നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. ഒരുപാട് സന്തോഷമുണ്ട് ബിനീഷിന്റെ കല്യാണം എന്ന് പറയുന്നത്. കാരണം ബിനീഷിന്റെ കുടുംബം സന്തോഷിക്കുന്നതിനേക്കാളും ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കാരണം അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ബിനീഷ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഒരിക്കലുമില്ല. സത്യസന്ധമായി, കാരണം മോളുടെ ഭാഗ്യമുണ്ട് സത്യം പറഞ്ഞാൽ ബിനീഷിന് കിട്ടിയത്. സത്യസന്ധൻ, സൽസ്വഭാവി, ഒരു പുശീലം ഇല്ലാത്ത എന്താ എപ്പോ വന്നു. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നല്ലൊരു വ്യക്തിയെ തന്നെയാണ് വിനീഷിന്റെ ഭാര്യയ്ക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷം കല്യാണത്തിൽ പങ്കെടുക്കാനും സാധിച്ചത്. ഓൾ ദി ബെസ്റ്റ്. കട്ടപ്പനയിലെ കൃതിക് റോഷനിൽ ഒരു സീനാണ് തന്നുള്ളത് എനിക്ക്. ഞാൻ ഈ ഗുണ്ടാവേഷങ്ങളൊക്കെ നിർത്തണേന്ന് എനിക്ക് തമിഴിൽ ഒരു വേഷം കിട്ടിയിട്ടുണ്ട് ജില്ലാ കളക്ടറായിട്ട്. അരവിന്ദ സ്വാമിക്ക് വെച്ച വേഷമാണ്.
എന്നെക്കാട്ടും വലിയ തള്ളിച്ചല്ലേ? ഇല്ല, സത്യം. താങ്ക് യു, മറക്കൂല. പ്രിയരെ, 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ അവിടെ നിന്ന് പുഴുക്കുകയാണ്. പ്ലീസ് വെൽക്കം ഷിയാസ് കരീം. ഒരു സൈഡ് കൊടുക്കാം. ഷിയാസിക ഒരു കൈ നിറയെ സമ്മാനവും സ്നേഹവും ഒക്കെ ആയിട്ടാണ് വരുന്നത്. നമ്മളെപ്പോ നോക്കിയാലും ഏത് ഫംഗ്ഷൻ ആണെങ്കിലും എവിടെയാണെങ്കിലും എവിടെ വെച്ച് കണ്ടാലാണെങ്കിലും ഒരു ഗംഭീരമായിട്ടുള്ള ഡ്രസ്സിംഗ് ആണ് ഷിയാസിക്കയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മളെല്ലാവരും. വൈന ഓക്കെ, താരം മാത്രം സുന്ദരിയായിട്ടുള്ള സുന്ദരനാണ്. കോഴിയമ്മയുടെ ഒന്ന് പറയോ അവിടെ നിന്ന് മൊത്തം കഥയോ? ഒരു കോഴിയമ്മയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒന്നിന്റെ പേര് അപ്പൊ ആ കഴിയുമ്പോ ഡോക്ടറുടെ അടുത്ത് പോയി പറഞ്ഞു, എന്റെ പേര് നോക്കിക്കോ. അടിപൊളി, സൂപ്പർ, അടിപൊളിയായിട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് പോകണം കേട്ടോ, ഫോട്ടോസ് ഒക്കെ എടുക്കാം നമുക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയകരമായിട്ടുള്ള സ്നേഹ മാഡം, അതുപോലെ തന്നെ ശ്രീകുമാറയുടെ ഫാമിലി ആയിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ വിനീഷയുടെ ഫംഗ്ഷനിൽ. സോ വെൽക്കം ചെയ്യണം രണ്ടുപേരെയും. യെസ്, സിനിമകളിലൂടെ നമ്മുടെയൊക്കെ മറിമായ എന്നുള്ള പ്രോഗ്രാമിലൂടെ, ചാനൽ പ്രോഗ്രാമിലൊക്കെ ശ്രദ്ധയാണ് നമ്മുടെ സ്നേഹയും നമ്മുടെ സ്വന്തം
ആക്ടർ കൂടിയായിട്ടുള്ള ശ്രീകുമാരേട്ടനും ഇവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് വിഷസ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ശ്രീകുമാരേട്ടാ ഒരു 2 വാക്ക് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറാലോ. രണ്ട് മൈക്ക് തരാം. ബിനീഷേട്ടൻ മൈക്ക് പിടിച്ചോ. ഏറ്റവും സന്തോഷം അമ്മച്ചിക്ക്. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. പിന്നെ എന്നെ കുറച്ച് 2-3 ദിവസം പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീറ്റിങ്ങിന്റെ സമയത്തൊക്കെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോവാണ്ട്. 3-ാമത്തെ ദിവസം ഞാൻ ചോദിച്ചു എന്താ ചുറ്റികളെ, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത്. അന്ന് പേര് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം. ആശംസകൾ. വന്നതിലും സന്തോഷം. ശ്രീ ആശംസ പറയൂ, അല്ലെങ്കിൽ 2 വരിയിൽ ആശംസ പറയൂ പ്ലീസ്. ഹാപ്പി മാരീഡ് ലൈഫ്. എന്തെങ്കിലും ഒന്ന് പറയാം. പിന്നെ ഉറപ്പായിട്ടും നമ്മള് ഡാം 999 മൂവിയിലാണ് നമ്മൾ കാണുന്നത് അല്ലേ? അതെ, സോഹൻ റോയ് സാറിന്റെ. അതെ, അവിടെ നിന്ന് സ്റ്റാർട്ടിങ് 3D പടമാണെന്ന്, വാർണർ പ്രദേശിന്റെ പടമാണെന്ന് മലയാളികളായിട്ട് ഞങ്ങളുടെയാണ് ഉണ്ടായത്. ഒരുപാട് അവിടുന്ന് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. വന്നതിൽ സന്തോഷം. ഫാമിലി ആയിട്ട് തന്നെ വന്നു. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു ഫോട്ടോസ് കൂടി പോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യണം. സ്നേഹം ചോദിക്കുകയാണ് ശ്രീകുമാരേട്ട കൊച്ചിനെ ഒന്ന് എടുക്കുമെന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. താങ്ക് യു. സോ യെസ്, ഡെഫിനറ്റ്ലി നമ്മുടെ ഫോട്ടോ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും ഡെഫിനറ്റ്ലി വേദിയിൽ ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഒപ്പം തന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവരും കൂടി കൂട്ടം കൂടി നിന്നാൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി വന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രം അടുത്തൊരു ഫാമിലി വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഇനി എല്ലാവർക്കും സ്റ്റേജിലോട്ട് വന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അടുത്തത് ഞാൻ ഹാപ്പി ബൈജു ചേട്ടനും ഫാമിലി എത്തിയിട്ടുണ്ട്. ആക്ടറാണ്, അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോസിന് ജോയിൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. സോ യെസ്, എനിക്ക് തോന്നുന്നു കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരോടും ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഫോട്ടോസ് എടുക്കാനായിട്ട് വരുന്ന തലവടിക്കുന്നോർക്ക് തലവനം ബാലൻ വെറുമൊരു ബാലനൻ ഇവനൊരു കാലൻ. കാലനല്ലട, നല്ല മനുഷ്യൻ. കാലൻ എന്ന് നല്ല അർത്ഥത്തിലാണ് ആ പടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നു നല്ല ടീം. താങ്ക് യു പ്രതിഭേട്ട. അതുപോലെ തന്നെ നമ്മുടെ ബിബിൻ ചേട്ടനും ഉണ്ട്. ബിനീഷേട്ടന്റെ നാട്ടുകാരനാണ്, സുഹൃത്താണ്, ചെറുപ്പം തൊട്ടേ കാണുന്ന ആള് തന്നെയാണ്. വിപിൻ എന്റെ എല്ലാമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സഹോദരനാണ്. ചെറുപ്പം തുടങ്ങി കളിച്ചു വളർന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് കഥ പറയാനാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം മതിയാവില്ല അല്ലേ? വിപിൻ ആശംസ പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് പോകുള്ളൂ. അപ്പൊ മീർക്കുട്ടി, എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ഒപ്പം തന്നെ പറ്റെങ്കിൽ നമുക്ക് ബിനീഷേട്ടന് വേണ്ടിയിട്ട് 2 വരി പാട്ട്. യെസ്, 4 വരി പാട്ട് സെറ്റാണോ? എനിക്ക് ബിനീഷേട്ടൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിന് വരാൻ സാധിച്ചതിലും പിന്നെ നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. പിന്നെ ബിനീഷേട്ടനും ചേച്ചിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കിട്ടും ഞാൻ, അറബി പൊന്നൂതിയൊരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂങ്കുഴ പോലെ കിനാവിന്റെ മഞ്ചലിലേറി സുൽത്താനായി വാഴും ഞാൻ, സൽമാ ബീവിയാകും ഞാൻ. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബി പൊന്നൂതിയൊരുക്കി അറവാതിൽ പണിയും ഞാൻ. താങ്ക് യു. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു ആശംസ. നവീൻ ചേട്ടാ പ്ലീസ്, നമുക്കൊരു ആശംസ കൂടെ പറഞ്ഞ വലിയ സന്തോഷമായിരിക്കും.
ഗംഭീരമായിട്ടുണ്ട്. വളരെ എന്താ പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. മെയ്ഡ് ഫോർ ഈച്ച് അതർ. ടീമേ, വിഷിംഗ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഡോക്ടർ സൽവയെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. പ്ലീസ് ഒന്ന് നമ്മളൊപ്പം ജോയിൻ ചെയ്യാം. ഡോക്ടർ സൽവ പ്ലീസ്. സൽവയെ കുറിച്ച് സോ യെസ്, നമ്മുടെ വിഷസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമ്മളെല്ലാവരും ഉണ്ണിക്കണ്ണനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഈയിടയ്ക്ക് ഒരു സിനിമയുടെയും ഭാഗമായിട്ട് നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും സന്തോഷം. നമ്മുടെ പാലക്കാട് നിന്നും ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് എത്തിയതിന് ഉണ്ണിക്കണ്ണനും ഒരു വലിയ നന്ദി അറിയിക്കുന്നു. ഒരു 2 വാക്ക് ഉണ്ണിക്കണ്ണനെ കേൾക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? நண்பா நண்பீஸ் ஈஸியாയി ജയിക്കുന്നത് വെട്ടില്ല, ഏത് ജയിക്കാൻ മുടിയാത്തേ മുറിച്ചു കൊണ്ടൊരു വെട്ടി. ഉണ്ണിക്കണ്ണൻ വിജയണ്ണനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ കുറച്ച് പേര് വിശ്വസിച്ചുള്ളൂ. ആ സമയത്ത് ഒരു പോസ്റ്റ് ഇട്ട നമ്മുടെ സ്വന്തം വിനീഷേട്ടൻ, അതിന് ഒരുപാട് നന്ദി. പിന്നെ നമ്മുടെ നമിതക്കുട്ടി, ഉണ്ണിക്കണ്ണൻ മംഗലണ്ട മാരിനെ കൊണ്ട് നുണ പറയില്ല, പറ്റിക്കില്ല, ആരിനും വഞ്ചിക്കില്ല. ജനനായകൻ പടം ഇറങ്ങിയാൽ നമ്മുടെ ഫോട്ടോ ഇറങ്ങും. ഇന്ന് ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാം ഇങ്ങനെ നിൽക്കാൻ കാരണം നിങ്ങളും ദൈവവും വിജയണ്ണനും സപ്പോർട്ടാണ്. എന്തായാലും എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് ഇറങ്ങി തിരിച്ചാൽ കുറെ കഷ്ടപ്പാടും വേദനയും കണ്ണുനീരും മാത്രം ഉണ്ടാവുള്ളൂ. ഒരാളുകൾ കുറ്റം പറയും, പലതും പറയും. എവിടെയും തോറ്റു കൊടുക്കാതെ കോൺഫിഡൻസ് ആയി പുഞ്ചിരിയിരുന്ന ഏത് മേഖല എത്തിപ്പെടും. ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാവിന്റെ ഉമ്മ വിജയണ്ണുമ്മ ഹാപ്പി ആയിരിക്കും എല്ലാവരും. താങ്ക് യു സോ മച്ച്. താങ്ക് യു, ഒരുപാട് സന്തോഷം. ഇനി എന്തായാലും ഒരു സെൽഫിയും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടാവും. ആ ഒരു സെൽഫിക്ക് ശേഷം ഞാൻ അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ബിനിച്ചേട്ടനെയും ടീമിനെയൊക്കെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ജിനിച്ചേട്ടനുണ്ട്, സുമേഷ് ചേട്ടൻ, അങ്ങനെ ബിനിച്ചേട്ടനും സുഹൃത്തുക്കളും ബിനിച്ചേട്ടന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ ബിനിച്ചേട്ടാ, ഒന്ന് നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെ ചേട്ടനെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ജിനിച്ചേട്ടനുണ്ട്, സാജിച്ചേട്ടനുണ്ട്, സുമേഷ് തമ്പി, എല്ലാവരെയും ഒരുമിച്ച് ഞാൻ വെൽക്കം ചെയ്യാണ്. ഒരു വലിയ ഫാമിലി പിക്ക് തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് എടുക്കാം. ഒരു വലിയ ഫാമിലിയാണ്, ഒരുമിച്ചാണ് അവരെല്ലാവരും എത്തിയിട്ടുള്ളത്. കുറച്ചൊന്ന് ബാക്കിലോട്ട് നിന്നാൽ നമുക്ക് ഇത്രയും വലിയൊരു ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും ഒന്ന് അല്പം ബാക്കിലോട്ട് നിൽക്കാമോ പ്ലീസ്? അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ മാജിക് ഫാമിലി ഇവിടെ ഒന്ന് റെഡി ആയിട്ട് നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നുണ്ട്. സോ യെസ്, ladies and gentlemen, once again റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരോടും ദയവ് ചെയ്ത് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞ എല്ലാവരും സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇറങ്ങണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഒപ്പം തന്നെ ഫോട്ടോസ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാവരും കുറച്ചും കൂടി ബാക്കിലേക്ക് നീങ്ങി നിന്ന് ഓരോ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പായിട്ട് മാത്രം ഫ്രണ്ടിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ബിനിച്ചേട്ടന്റെ വിശേഷങ്ങൾ കേൾക്കാൻ എങ്ങനെയാണ്? എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വലിയ മുഹൂർത്തത്തിന് വേണ്ടി നമ്മൾ മലയാള പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരുന്നതാണ്. എവിടെയെങ്കിലും ചെന്നാൽ എന്നോട് 2 കാര്യമാണ് ചോദിക്കണേ. 2-3 കാര്യം ചോദിക്കാറുണ്ടായിരുന്നു. ഒന്ന്, ചാട്ടയ്ക്ക് അടിച്ച വേദനയുണ്ടോ? കാരണം അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ ഞാനാ. ആ ശ്രീവിദ്യ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ചോദിക്കും. പിന്നീട് എന്നോട് ചോദിക്കും ബിനീഷ് ബാസ്റ്റിൻ്റെ കല്യാണം എന്നാണ്. കൂടത്തിൽ ചോദിക്കും, കൂടത്തിലല്ല, അതോടൊപ്പം തന്നെ ചോദിക്കും തങ്കച്ചൻ കല്യാണം കഴിക്കണമെന്നാണ് നമുക്ക് ചോദിക്കും. അപ്പോൾ എന്തായാലും അത് മാത്രമല്ല, ഒരു വലിയ ആത്മബന്ധം നമ്മുടെയൊക്കെ. എനിക്ക് പൂ വേണ്ടായിരുന്നു, പൂവല്ലേ. അപ്പോൾ ഒരു ആത്മബന്ധം എന്ന് വെച്ചാൽ നമ്മുടെ കലാജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയായിരുന്നു സ്റ്റാർ മാജിക്കിൽ എൻ്റെ ഈ സഹോദരങ്ങൾ. അവർക്ക് വേണ്ടി ഞാൻ 2 വരി പാട്ട് പാടാം. എൻ്റെ ബിനീഷ് ബാസ്റ്റിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, താരയ്ക്ക് വേണ്ടി ഞാൻ പാട്ട് പാടുകയാണ്. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈക നായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ.
അപ്പോൾ ഇത് കട്ടായി പോകില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ സഹോദരനും സഹോദരിക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദൈവാദിനത്തിൻ്റെ 1000 നന്മകൾ നേരുന്നു. ഓക്കെ ഓക്കെ, അടുത്തതായിട്ട് ഞാൻ മൈക്ക് ഒന്ന് ബിനിച്ചേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സഹോദരൻ സഹപ്രവർത്തകൻ ടീമിൻ്റെ ബാസിൻ്റെ വിവാഹത്തിന് ഞങ്ങൾ എത്തിച്ചേർന്നു. അപ്പോൾ സ്റ്റാർ മാജിക് ഫാമിലിയെ എല്ലാവരെയും കണ്ടതിലുള്ള അതിയായ സന്തോഷം ഈ അവസരത്തിൽ. അതിലുപരി ഞങ്ങളുടെ സുഹൃത്തായ ടീമിൻ്റെ സഹധർമ്മിണിക്കും വിവാഹമംഗളാശംസകൾ നേരുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ സുമേഷ് തമ്പി, സുമേഷ് ഏട്ടനുണ്ട്. അതുപോലെ തന്നെ ജിനു കോട്ടയം. സുമേഷ് ഏട്ടാ ഒന്ന്. നമസ്കാരം. എന്തായാലും പ്രിയപ്പെട്ട ബിനീഷിനും താരയ്ക്കും വിവാഹ മംഗളാശംസ നേരുന്നു. താങ്ക് യു. ഓക്കെ, ജിനു കോട്ടയം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടീമിനും താരയ്ക്കും 1000 ജന്മദിന വിവാഹ മംഗളാശംസകൾ നേരുന്നു. ഇതെല്ലാവരും പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഏതാ മാറ്റി പറയാലോ എന്ന് പിടിച്ചത്, അത് അങ്ങനെ ആയിപ്പോയി. എന്തായാലും ഗംഭീരമാവട്ടെ, സന്തോഷം. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. നമ്മുടെ ബിനീഷേന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി വലിയ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് എത്തിയതിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്റ്റാർ മാജിക് ടീം ഒന്ന് ജോയിൻ ചെയ്ത് നിൽക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള നമ്മുടെ ഇത്തവണത്തെ ബിഗ് ബോസ് വിന്നർ ബിനീഷ് ഏട്ടന്റെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള, ഞാൻ വെറുതെ ഒന്ന് കാരണം ഇതൊക്കെ പറയണ ഇങ്ങനെ ചെയ്തുള്ളൂ, അനുമോളിനെ ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അനൂപേട്ടൻ, നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ അനൂപേട്ടൻ, ലക്ഷ്മി നക്ഷത്ര, നമ്മുടെ ഫ്ലവേഴ്സ് ഫാമിലി എല്ലാവരും ഒന്ന് വേദിയിലോട്ട് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ താരയുടെ ഫാമിലി, നമ്മുടെ പ്രൈഡിന്റെ ഫാമിലി മെമ്പേഴ്സ് കൂടി ഫോട്ടോസ് എടുക്കാനായിട്ട് ഒരുമിച്ച് വേദിയിലോട്ട് എത്താനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അനുമോൾ പറയാനുള്ളത് മൈക്കിൽ കൂടി പറഞ്ഞ ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? താങ്ക് യു സോ മച്ച്. എന്തായാലും രാവിലത്തെ ഫംഗ്ഷൻ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിലൊരു ചേട്ടന്റെ കല്യാണം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ എല്ലായിടത്തും പ്രത്യേകിച്ച് മീഡിയക്കാരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീമിന്റെ കല്യാണം ഇവിടെ വെച്ചിട്ടുണ്ടാവും. എന്റെ കല്യാണം നിന്റെ കല്യാണം എപ്പോഴാ? എന്റെ കല്യാണം ഉടൻ തന്നെ ഉണ്ടാവും. വെയിലും മഴയും മാറിയിട്ട്? അതെ, അല്ല വെയിലും മഴയുള്ള ടൈമിലേ കാണുള്ളൂ. അതെ, അപ്പൊ ആ ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ സംഭവിച്ചു. ഈ ഒരു വർഷം ഒരുപാട് സന്തോഷം. നമ്മളെല്ലാവരും കാത്തിരുന്നൊരു ദിവസമായിരുന്നു. ഞങ്ങൾ സ്റ്റാർ മാജിക് മാത്രമല്ല ടീമിനെ അറിയാവുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ടീമിന്റെ കല്യാണം. അതിന് ഭയങ്കര ഹാപ്പിയാണ്, കുറച്ച് നെർവസും ആണ്. ബിക്കോസ് ലാസ്റ്റ് ഫൈനലി എന്താ പറയാ, ഐ വിഷ് ടീമിന് ഹാപ്പി മാരീഡ് ലൈഫ് ഫോർ ബോത്ത് ഓഫ് യു. ആൻഡ് ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഐ ഫീൽ ദാറ്റ് യു ഷുഡ് ഓൾ ബ്ലെസ് ഹിം and you should all pray for their happiness and future life. ഇതൊരു കാര്യം എനിക്ക് പേഴ്സണലി പറയാനുള്ളത് കേട്ടോ, പക്ഷെ എനിക്ക് ആ മൈക്ക് വേണം. സി ഗൈസ്, ഇത് ഒരു പേഴ്സണലായിട്ട് എടുക്കേണ്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഞാൻ റീസെൻ്റ് ആയിട്ടുള്ള ടീമിൻ്റെ മധുരവെപ്പിൽ പോയപ്പോഴത്തേക്കും ഓൺലൈനിൽ കണ്ട ഒരുപാട് കമൻസ് ഞാൻ കണ്ടിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ഇത് കേരളത്തിൽ നിന്ന് മലയാളീസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത കമൻസ് അല്ല. സോ ഐ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ, ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു മെൻഷൻ ഇറ്റ് ഹിയർ. ബിക്കോസ് ആദ്യമായിട്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ടീം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറാണ്. ബ്രദറിനെക്കാളും ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു സ്വന്തം അമ്മയുടെ എന്താ പറയുക, ഇറ്റ്സ് ലൈക്ക് അങ്ങനത്തെ ഒരു ബോണ്ടാണ്. സോ ടോക്കിംഗ് അബൌട്ട് സംതിങ് ലൈക്ക് ഷീ ഡോണ്ട് ലുക്ക് ലൈക്ക് സിസ്റ്റർ, അത് ഇതൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ടീമിനെ ഞാൻ ഇപ്പോഴും കെട്ടിപ്പിടിക്കും. ആൻഡ് ഓൾവേസ് ഈസ് മൈ ബ്രദർ ആൻഡ് ഷീ ഈസ് മൈ സിസ്റ്റർ. സോ ആ ബോണ്ടാണ്. ബിക്കോസ് നമ്മൾ 7 years കഴിഞ്ഞത് ഒരു ഫാമിലി ആയിട്ടാണ്, നോട്ട് ജസ്റ്റ് ലൈക്ക് ആർട്ടിസ്റ്റ് ആയിട്ടല്ല. സോ വി ഓൾ ഹാവ് ദറ്റ് ബന്ധം. ഇപ്പോൾ ശശാങ്ക് ചേട്ടനാണെങ്കിലും ബിനു ചേട്ടനാണെങ്കിലും ഓരോരു നിമിഷം പോലും നമ്മളവിടെ എത്ര ദിവസങ്ങളാണ് അവിടെ കഴിഞ്ഞത്. സോ വി ആർ ഓൾ ലൈക്ക് വൺ ആൻഡ് വി ആർ ഓൾ ലൈക്ക് എ ഫാമിലി. സോ അതിൽ നിങ്ങൾക്ക് പറയാൻ ഒരു വാക്ക് പോലും കിട്ടത്തില്ല. ഇപ്പം അനു ആണെങ്കിലും, സോ അനു ഇസ് ലൈക്ക് എൻ്റെ ഭയങ്കര അടുത്തത്തെ നമ്മൾ ഫസ്റ്റ് മുതലുള്ള ആളാണ്. അപ്പോൾ എല്ലാവരും വി ആർ ലൈക്ക് ഫാമിലി. സോ accept us like family.
അതിൽ നിങ്ങൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആൻഡ് ഫൈനലി വി ആർ ഹിയർ ഫോർ എ ഹാപ്പി മൊമെന്റ്. ഐ വിഷ് ടീം ആൻഡ് എവ്രി വൺ ലൈക്ക് എന്താ പറയാ, എല്ലാവരും പ്രെയർ ചെയ്യുക, ബ്ലെസ് ചെയ്യുക. ഹാപ്പി മാരീഡ് ലൈഫ് ടീമേ. താങ്ക് യു. താങ്ക് യു ജസീല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മൾ അത് ബോർ ചെയ്യണം. നമ്മളെപ്പോഴും പോസിറ്റീവ് ആണ്. Lakshmi Nakshatra, please join us on stage. Once again, അനുഗ്രഹത്തിന്റെ എന്തെങ്കിലുണ്ടെങ്കിൽ വേദിയിൽ ജോയിൻ ചെയ്യുന്ന റിക്വസ്റ്റ് ചെയ്യാം. ഒപ്പം തന്നെ സ്റ്റാർ മാജിക്കിന്റെ ടീം മെമ്പേഴ്സ്. ഓക്കെ, എല്ലാവരും ടീം എന്ന് പറയാമോ? എല്ലാവരും കൂടെ ടീം എന്ന് പറയോ? ഓക്കെ, 3